പിടിച്ചു കുലുക്കിയ കൊലകൊമ്പൻ പരിപാടി അവസാനിപ്പിച്ച് പുറത്തേക്കിറങ്ങുകയാണ്. മോദി ഭരണകൂടത്തെ 2024 പിടിച്ചുലച്ച് മോദിയെ ഗുജറാത്തിൽ നിന്ന് പോലും പുറത്താക്കാൻ കാരണക്കാരനായ കൊലകൊമ്പനാണിപ്പോൾ തന്റെ സ്ഥാപനം തന്നെ പൂട്ടിക്കെട്ടുന്നത്. ഇതിനു പിന്നിൽ ഭീഷണിയോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ചെറുതല്ലാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സ്ഥാപന മേധാവി തന്നെ നീങ്ങുന്നത്. ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കാനിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടച്ചുപൂട്ടൽ എന്നതാണ്. പക്ഷേ പ്രത്യേകം ഒരു ഉത്തരമൊന്നും തൽക്കാലം സ്ഥാപക മേധാവി നൽകിയിട്ടില്ല. അദാനിക്കും അദാനി കമ്പനികൾക്കും കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടമുണ്ടാക്കാനിടയായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടി. സ്ഥാപകൻ നെയ്റ്റ് ആൻഡേഴ്സൺ ആണ് അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചത്. ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് പ്രഖ്യാപനം. ഈ തീരുമാനത്തിന് പിന്നിൽ പ്രത്യേക ഭീഷണിയോ വ്യക്തിപരമായ പ്രശ്നമോ ഇല്ലെന്ന് ആൻഡേഴ്സൺ വ്യക്തമാക്കുന്നുണ്ട്. 2023 ജനുവരിയിലാണ് അദാനി എന്റർപ്രൈസസിനെ രൂക്ഷ വിമർശനമുള്ള റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത്. വിദേശത്ത് കടലാസ് കമ്പനികൾ രൂപീകരിച്ച് അവ മുഖേന സ്വന്തം കമ്പനികളുടെ ഓഹരികളിലേക്ക് അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയെന്നും അതുവഴി ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ചെന്നുമായിരുന്നു ആരോപണം. പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ തകർന്നു കൂപ്പുകുത്തി. അദാനി ഗ്രൂപ്പ് ചെയർമാനും ശതകോടീശ്വരനുമായ ഗൗതം അദാനിയുടെ ആസ്തിയിലും വന്നിടിവുണ്ടായി. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും സമ്പന്നൻ എന്ന നേട്ടവും ഗൗതം അദാനിക്ക് നഷ്ടപ്പെട്ടു. ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചു എങ്കിലും ഇന്ത്യയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ശക്തമായ രാഷ്ട്രീയ പോരിനും ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലുകൾ വഴിവെച്ചു. അദാനിക്കെതിരായ ആരോപണങ്ങളിൽ മേൽ പിന്നീട് സെബിയും അന്വേഷണം നടത്തി. വിഷയം സുപ്രീം കോടതിയിലും ഉന്നയിക്കപ്പെട്ടു എങ്കിലും ഇവ ആരോപണങ്ങൾ മാത്രമാണെന്ന് വ്യക്തമായ തെളിവില്ല എന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. എങ്കിലും അദാനി ഇടിഞ്ഞു തന്നെ നിന്നു. 2024 ഓഗസ്റ്റിൽ അദാനിക്കെതിരെ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമായി ഹിൻഡൻബർഗ് വീണ്ടും എത്തുകയാണ്. സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെയും അവർ ലക്ഷ്യം വെച്ചു. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കൺസൾട്ടൻസി സ്ഥാപനം ഉപയോഗിച്ച് മാധവി ബുച്ച് ലാഭമുണ്ടാക്കി എന്നതായിരുന്നു ആരോപണം. ഈ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടിയെന്ന പ്രഖ്യാപനം വരുന്നത്.